മോരിക്കൂട്ടാനാണ് കേട്ടോ. മോരിക്കൂട്ടാൻ മീൻകറി ഇന്നലത്തെ കണ്ണമീൻ വെച്ചതുണ്ട് കേട്ടോ. കടൽ കണ്ണൻ ഇന്നലെ ഞാനാണ് വെച്ച 2 നേരം ഓരോ കോഴിമുട്ട പൊരിച്ചിട്ട ചോറുണ്ട്. കിച്ചിട്ട് എന്താ ഊട്ടി അവന് മുട്ട പൊരിച്ച് കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയം നല്ല വൈകി. ഇപ്പോൾ 12:30 കേട്ടോ. ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ വെളുത്തുള്ളി ഉണ്ടല്ലേ തോന്നിരിക്കണം. ചെറിയിട്ട് തേങ്ങ കൂടിയിട്ടോ. മുതിരയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാലമ്മ. ഇപ്പോഴേ നമുക്ക് ശരിക്കും വീഡിയോ ഇടാനേ പറ്റില്ല കേട്ടോ. വീഡിയോ ഇടാൻ നിൽക്കുമ്പോഴേക്ക് എന്തെങ്കിലും തിരിച്ചുകളായിട്ട് വീഡിയോ ഈ മാസം നേരെ ഇട്ടിട്ടേ ഇല്ല. ഇന്നലെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഒക്കെ അയച്ചു കൊടുക്കണം. ഇന്ന് അയച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളത്തെ കഴിഞ്ഞ് 40 ദിവസം 3-4 കഴിഞ്ഞു. ഇന്ന് അയച്ചാലാണ് 3 ദിവസത്തിനുള്ളെങ്കിലും അവിടെ കിട്ടും. തിങ്കളാഴ്ചയെങ്കിലും അവിടെ കിട്ടുമെങ്കിൽ ഇന്ന് അയക്കണം. അപ്പോൾ അതിന് പാക്കിങ് നോക്കല്, കണക്കൂട്ടൽ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇന്നലെ 12-1 മണി വരെ ഇരുന്ന് ചെയ്ത കാര്യങ്ങളാണ്. അതിന്റെ ബാക്കി ഒന്ന് ചെയ്താലേ അയക്കാൻ പറ്റും. ഞാൻ ഇന്നലെ 2 മണിക്കാട്ടോ എല്ലാവരും ഉറങ്ങിയിട്ട് ഞാൻ 2 മണി വരെ ഞാൻ ഇരുന്നിട്ട് ഓർഡർ ഓടിച്ചേക്കണം. ഓരോരുത്തരാകുമ്പോൾ 2 മണി വരെ. ഞാൻ ആദ്യമായിട്ടാണ് 2 മണി വരെയൊക്കെ ഫോണിൽ നോക്കിയിരിക്കുന്നത്. കാരണം ആ സമയത്താണ് ചിലപ്പോൾ വേറെയുള്ള കൂട്ടുകാർക്ക് ഒഴിവ്. പിന്നെ അവരുടെ ഒഴിവും കൂടി നോക്കണ്ടേ. നമ്മുടെ ഒഴിവ് നോക്കിയിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ബാക്കിയുള്ളവരുടെ ഒഴിവിന് നമ്മൾ ചെയ്യാൻ തന്നെ ആ ഒരു കാര്യം നമ്മുടെ ഒഴിവിന് നടക്കില്ല. അല്ല, ഓണാകുമ്പോഴേക്കും കിട്ടണ്ടേന്ന് വിചാരിച്ചു. അതിൽ പിന്നെ ചില കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇത് ഓൾഡ് ഫാഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു കേട്ടോ. സാധാരണ ഇടുന്ന സാരികളില്ലേ, അത് ഇട്ടപ്പോൾ അത് കുറച്ച് നമ്മൾ റേറ്റ് കുറവുള്ളതും വാങ്ങണം, ട്രെൻഡിങ് ആയിട്ട് കിട്ടും വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞിട്ട് കിട്ടണ്ടേ. ഓൾഡ് ഫാഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ ഉടുക്കണം അങ്ങനത്തെ അതേപോലത്തെ സാരികളാണത്. അത് തന്നെയാണ് ചില കുറവ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ തന്നെ കിട്ടും. പിന്നെ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം നല്ല വിലയാണ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ സെറ്റ് മുണ്ട് 500 രൂപയ്ക്കല്ല ചോദിക്കുന്നത്. സെറ്റ് സാരി ചേച്ചി 500 രൂപയ്ക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെറ്റ് സാരി 500 രൂപയ്ക്ക് നമുക്ക് അത് അങ്ങനത്തെ പറ്റൂല. ചായരിപ്പ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതെത്ര തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത്ര മതിയോ? അപ്പോൾ ചില കൂട്ടുകാർ പറയണ പോലെ തേങ്ങ ഇല്ല കേട്ടോ. ഞാൻ ചിരവുമ്പോൾ നമ്മളാളുള്ളതും കൊണ്ട് കുറച്ച് തേങ്ങ വേണം. ജീരകം നമ്മളതിന് കൊറിയർ ചാർജ് എടുക്കുന്നില്ല. അതേപോലെ തന്നെ അതിന് എന്തെങ്കിലും കിട്ടുന്നതിന് വേണം നമുക്ക് 5 ഓണക്കോടി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാലേ കൊടുക്കാൻ പറ്റും. കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാത്രിയില്ല പകലില്ലാതെ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങിയ സാധനം കംപ്ലീറ്റ് വിറ്റ് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനും കൂടി പറ്റും. നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തും. പിന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ 500 രൂപയുടെ സെറ്റ് സാരി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 500 രൂപയുടെ സെറ്റ് സാരി എവിടെ നിന്നാണ് കിട്ടാനൊരു വഴി നമ്മൾ നോക്കിയിട്ട് കാണില്ല. 500 എങ്ങനെയെങ്കിലും കൊടുത്തിട്ടില്ല. 500 സാധനം കിട്ടും. പക്ഷെ 500 സാധനം ആർക്കും ഇഷ്ടപ്പെടണ്ടേ? ആർക്കും ഇഷ്ടം. പിന്നെ അത് മാത്രല്ല ഒരു കാര്യം, സെറ്റ് സാരി ഇഷ്ടപ്പെടുന്നുണ്ട്. 500 രൂപയുടെ സാരി ഇഷ്ടപ്പെടുന്ന സാധനം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി വേണ്ടേ? അപ്പൊ അല്ലെങ്കിൽ അതും പറയില്ലേ? പിന്നെന്താ. ഇപ്പൊ നമ്മളൊരു കാര്യം നിങ്ങൾ മൽക്കോട്ടൻ എന്ന് പറയല്ലേ, മൽക്കോട്ടൻ സാരി മുളകുപൊടി. അപ്പം മൽക്കോട്ടൻ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 രൂപ മുതലാണ് ഞങ്ങൾ പോയോടത്തുള്ളത് സ്റ്റാർട്ടിങ്. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് 800 രൂപ മുതൽ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ചിലതൊക്കെ ഒന്നും എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അവരെ പറഞ്ഞു ഇത് നനച്ചു കഴിഞ്ഞ് എന്താ ഇതിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അറിയില്ല എന്ന് അവര് തന്നെ. പിന്നെ ഇത് മാത്രല്ല, അമ്മയ്ക്ക് കല്യാണത്തിന് അമ്മ അവരുടെ കല്യാണത്തിന് സാരി എന്നത് ഒരു ഉടുക്കല്, നമ്മളെ ഒരു കടേനെ പറ്റി ഇത് പറയല്ല കേട്ടോ, ഒരു ഉടുക്കലിന് ഉടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കല്യാണത്തിന് കിട്ടിയതാണ് അല്ലേ. അതിങ്ങോട്ട് കാണുമ്പോ നല്ല ഇങ്ങോട്ട് സാരി എന്തോ ഒരു നല്ല സാരി വെച്ചിട്ടാ.
അത് പിന്നെ നമ്മുടെ അങ്ങോട്ട് എടുക്കൽ കഴിഞ്ഞപ്പോ ചുളുങ്ങി അങ്ങോട്ട് പോയിട്ടോ. അപ്പൊ അതാണ് അതാണ് പ്രശ്നം, പൈസ കൊടുത്തിട്ട് ഒരു സാധനം പിന്നെ അത് നല്ല വിലയാണ്. അതാണ് ചില ആൾക്കാരുടെ ഒരു നമ്മുടെ പറയല്. ഇപ്പൊ നമ്മുടെ അടുത്ത് വാങ്ങുമ്പോൾ വില കുറവ് പറയും. കടയിൽ പോയി കഴിഞ്ഞിട്ട് ഈ സെയിം റേറ്റുള്ള സാധനം കടയിൽ പോയിട്ട് അവർ വാങ്ങുക വെച്ചാൽ 1500-ന് 2000-ന് വാങ്ങിയാൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ അവർക്ക് എന്തേ അത് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ അവർക്ക് അപ്പം അങ്ങനെ പറയും, ഇത് വില കുറച്ച് ജാസ്തിയാണ്, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്ന് പറയും. പക്ഷെ വേറെ എവിടെ പോയി കഴിഞ്ഞാൽ പരാതി പറയാൻ പറ്റുമോ? ഞങ്ങളുടെ കോങ്ങാട് തന്നെ ഒരു കട ഉണ്ട്. ഞാനൊരു 600 രൂപയുടെ ടോപ്പ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പിന്നി, ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടും കൂടി ഇല്ല. അതിൻ്റെ മുമ്പേ പിന്നി പോയിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കുറച്ചും കൂടി വില കുറവുള്ള ഒരു ചുരിദാർ എടുത്തു. അത് വീട്ടിലിടാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ ബാക്കി പൈസ ഉണ്ട്, തന്നില്ല. അവർ ടവലെടുത്തോളാൻ പറഞ്ഞു. ബാക്കിക്ക് ടവലെടുത്തോളിന്ന് അമ്മ. നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം നമ്മൾ തുണി എടുത്ത് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. തിരിച്ച് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് റിട്ടേൺ പോവില്ല. ഞാൻ പറയുക എന്താണെന്ന് അറിയാം, ഇപ്പം അമ്മയുടെ പോലെയുള്ള തിരിച്ചെടുക്കണില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിയാത്ത സാധനങ്ങൾ കൊണ്ടുവരാത്തതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നിട്ട് അത് കൊണ്ടുവരുമ്പോ മറ്റേത് കൊടുന്നത് ബാക്കിയാവുകയല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞ് ഈ രീതിക്ക് ഇപ്പൊ അതാണ് പറയുന്നത്. നമ്മള് ആരെയും നമ്മളെ പോലെ സാധാരണക്കാർ ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു 100 ന്യായങ്ങളും കുറ്റങ്ങളും ഉണ്ടാവും. അതുപോലെ വേറെ ഉള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് ഈ തുണികളൊക്കെ എങ്ങനെ പറയാ, ആ ഒരു കാഴ്ചയിലാണ് അതിന്റെ ഒരു ആകർഷണം. നമ്മളത് കാണിച്ചു തരുന്ന ആ കാഴ്ചയിലാണ് കാണിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിനു വേണ്ടിട്ട് ഇപ്പൊ പൈസ ഇല്ലാത്തവർക്ക് ക്യാമറ വാങ്ങാനും അതുകൊണ്ട് ആളെ വെച്ച് ഷൂട്ട് ചെയ്യിക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, പ്രത്യേകിച്ച് ഓണം ഷൂട്ട് എടുക്കണില്ലേ ചോദിച്ചു. അപ്പോൾ ഓണം ഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിനുള്ള സാഹചര്യം അല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എൻ്റെ ഓണം ഷൂട്ടിൻ്റെ അനിയൻ്റെ ഫോണിലായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ഓണം ഷൂട്ടില്ലെങ്കിലും ഒരു ഓണത്തിൻ്റെ ഒരു തനിമയിലൊക്കെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഒരു കുക്കിംഗ് പോലെ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ അല്ല, നമ്മൾ ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഒരു ഓണം വരെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോകാനേ പറ്റുള്ളൂ. ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഓണം വരെയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയില്ലമ്മ, ഒന്നിനും സമയമില്ല. സത്യം, ഒരു കാര്യത്തിനും സമയമില്ലാതിരിക്കുകയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മളെപ്പോഴും ഒരു മനസ്സിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ ആരും മിണ്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആരെന്തെങ്കിലും ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്കത് ചിന്തിക്കാനുള്ള സമയം കിട്ടണില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് തോന്നുന്നില്ല അമ്മ? അമ്മയ്ക്ക് പിന്നെ അങ്ങനെ തോന്നാൻ അമ്മ ഒന്നും ചെയ്യില്ലല്ലോ. അമ്മയ്ക്കും സുകന്യയ്ക്കും ഇതിൽ യാതൊരു, സുകന്യക്കാണ് പറഞ്ഞാൽ ഇതിന്റെ കണക്കും കാര്യങ്ങളും അവൾക്കും പെട്ടെന്ന് മനസ്സിലായിട്ട് വരുന്നില്ല. ഞാനും സതിയേട്ടനുമാണ് കൂടുതൽ ഇതിക്ക് നിൽക്കണത്. ഓരോരുത്തർ വിളിക്കുമ്പോൾ സംസാരിക്കാനും കാര്യങ്ങളും. ഏട്ടനാണ് കേട്ടോ ഫുൾ അഡ്രസ്സ് എഴുതി തരുന്നത്. എന്തിനായിട്ടാ പ്രിന്ററിൽ അല്ലേ, അത് ചെറിയൊരു പ്രിന്റർ ഉണ്ട്. അത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് മൂപ്പരാളത് ചെയ്തു തരും. നമ്മളതിൽ ഞങ്ങൾ രണ്ടാളും പാക്ക് ചെയ്യും, ഓർഡർ എടുക്കും. അത് കഴിഞ്ഞ് ഓർഡർ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അത് ഏട്ടന് കൊടുക്കും. അപ്പം അങ്ങനെയാണ്. കാരണം ഏട്ടന് ഇപ്പം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഏട്ടന് വീഡിയോ എഡിറ്റ് ചെയ്യാനും സമയം വേണം. പിന്നെ അത് മാത്രമല്ല, ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അത് ഓർഡറിലാക്കണതും ഏട്ടൻ വേണം. ഇന്നലെ അതിൽ ഫോട്ടോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, ഇതൊക്കെ എന്താ തലതിരിച്ചിട്ടേക്കണെന്ന്, ഫോട്ടോസൊക്കെ എന്താ തലതിരിച്ചിട്ടേക്കണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അതൊന്നും ഇങ്ങനെ തിരിച്ചാൽ മതി പറഞ്ഞു. കാരണം നമ്മുടെ ഈ ചെറിയ ഫോണിൽ ചില സമയത്ത് നമുക്ക് സമയം കിട്ടുന്നില്ല. തല തിരിഞ്ഞാലും സാധനം കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ കാര്യത്തിൽ ഇപ്പൊ അത്ര വിചാരിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ടെന്നല്ലോ. അതിൽ തലതിരിയും മറിയൊക്കെ ചെയ്യും. അതൊന്നും വിചാരിക്കരുത്. സാധനം കാണാൻ കിട്ടുന്നില്ലേ, ഇന്നതാണ് സാധനം അച്ചൂര് വെക്കുമ്പോ സാധനം കിട്ടുന്നില്ലേ, അത് അത്ര കരുതിയാൽ മതി. എന്തായാലും നമ്മളോട് ഇപ്പൊ അത്ര വെക്കൂ. വലിയ രീതിക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും സത്യം എല്ലാവരും ക്യാമറയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സാധാ ഫോണിൽ, ഓപ്പോ ഫോണിലാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഫുള്ളില്ലേ. നമ്മുടെ ഫോണ് നമ്മൾ ചതിക്കാതിരിക്കട്ടെ.
കാരണം ആ ഫോണിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, വീഡിയോ എഡിറ്റ് ചെയ്യൽ, ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഒരു സാധാരണ പറഞ്ഞില്ലേ കേൾക്കില്ല, അതിൽ ചിലർ പറയുമ്പോൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അത് ചില സമയത്ത് കേൾക്കണില്ല. അതുകൊണ്ടാണ് അവരതാണ് പോരായ്മയും കൊണ്ട് കൊടുത്തില്ലേട്ടാ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്തെന്നറിയോ, ഈ മൾക്കോട്ടനും അങ്ങനെയൊക്കെയുള്ള സാരികൾ നമ്മൾ കൊണ്ടുവരണം, ചുരിദാറുകൾ കൊണ്ടുവരണം. കുട്ടികളുടെ നമ്മൾ അധികം കൊണ്ടുവരണ്ടാവില്ല. പട്ടുപാവ കോട്ടനൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് വേണം കൊണ്ടുവരണം. ഏട്ടൻ എന്നോട് പറഞ്ഞു, പക്ഷെ അവര് ഒന്നായിട്ട് പരിചയമില്ലാത്തൊരു സാധനമാണ്. അപ്പൊ അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ. അല്ല, മൽക്കോട്ടൻ അവര് നമ്മളവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ഏട്ടട്ടോ എടുത്തിട്ട് ഉപയോഗിച്ച് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ വാങ്ങണോടത്ത് എനിക്കിഷ്ടമായ ഒരു കളറും ഇല്ല. ഒരു പഴയ തുണി പോലെയൊക്കെ എനിക്കൊരു ഫീൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട ലേട്ടാ. പക്ഷെ അതിൻ്റെ എന്താ കുഞ്ചലം കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ഉടുത്ത് കാണാനും നല്ല രസം, നല്ല രസമുണ്ട്. ഉടുത്ത നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി കിടക്കുകയും ചെയ്യും, പെട്ടെന്ന് ഉടുക്കലും നടക്കും. ഒരു നമ്മളെങ്ങനെ പറയുക, 5 മിനിറ്റും കൊണ്ട് കൂടിയും വേണ്ട, അത്രയും നല്ല രസം അത് കാണാൻ. അങ്ങനെ ഉടുക്കാൻ പറ്റും. ഇപ്പോൾ എന്താണ് ഒരു കാര്യം പറയുന്നതെന്നറിയോ, നിങ്ങൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ, അതിന് ഒരുപാട് നന്ദി. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുകയാണ് അല്ലേ, പിന്നെയും പറയാണ്. കുക്കിങ് ഇഷ്ടമാവണവർ കുക്കിങ് കാണില്ല, പ്രത്യേകിച്ച് എന്താ കുക്ക് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. അതിന് കുക്കിങ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കുറേ സമയമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ വെക്കണം അടുപ്പിൽ വെക്കണം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇല്ലമ്മ, നല്ല വ്യത്യാസമുണ്ട്. കുക്കറിലാവുമ്പോൾ 5 മിനിറ്റും കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ്. മോരുകൂട്ടാനാണെന്ന് വെച്ചാൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ പോകും. പിന്നെ നമുക്ക് വേഗം അരപ്പ് ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, മോരുകൂട്ടാനായി. സാമ്പാറാണെന്ന് വെച്ചാൽ തേങ്ങ വറുത്ത് വെച്ചാൽ. പക്ഷെ നമ്മുടെ അടുപ്പിലാവുമ്പോൾ പരിപ്പിട്ട് അതിന് കഷ്ണങ്ങളിട്ട് അതിന് സമയം പിടിക്കും, പക്ഷെ അതിന് ടേസ്റ്റും കൂടും. അത് പറയാതിരിക്കാൻ പറ്റില്ല. 2 കറിക്കും 2 വ്യത്യാസമാണ് അല്ലേ. ഏറ്റവും എളുപ്പമുള്ള കറി ഏതാണെന്നറിയോ നമുക്ക്? മീൻകറി. അത് ഇതാ പറയുമ്പോഴേക്കും മീൻകറിയാവും. മീനിടാരേ നോക്കുമ്പോ മീൻ നേരെ കിട്ടില്ല, കറിയിലിടാനുള്ളത് 2 വേഗം കഴുകി മുറുക്കി കൊണ്ടു കിട്ടും. മീനിന്റെ അത് പണി കഴിഞ്ഞപ്പോഴേക്ക് കൂട്ടാന്റെ പണി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. മീൻകറിയൊക്കെ എളുപ്പാ. മീൻകറിയാണ് ഏറ്റവും കറി. ഒരാൾ നേരെ വെക്കുമ്പോഴേക്കും കറിയാവും. ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള എനിക്ക് തോന്നിയിരിക്കണം എളുപ്പമുള്ള കറി മീൻകറിയാണ് അല്ലേ. ബാക്കി എല്ലാ കറികളും കുറച്ചൊരു താമസമുണ്ട്. പിന്നെ എന്താ, നമ്മൾ കുറച്ച് ആളുള്ളതല്ലേ, കുറച്ച് പേരൊന്നല്ലല്ലോ ഉള്ളൂ. ഇനി നാളെ ഓഗസ്റ്റ് 15-ാം തീയതി അല്ലേ, അപ്പോൾ നാളെ കുട്ടികൾക്ക് പിന്നെ എന്താ നമ്മുടെ ബാലവാടിയിൽ പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതിനൊക്കെ പോവും, പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇവിടുന്ന് ടീച്ചർ എന്താ ബാലവാടിയിൽ പരിപാടി ഉണ്ടാവും. പാത്രങ്ങൾ ചട്ടി എത്രക്കണം അറിയോ, കാറ്റ് അവിടെ നിന്ന് വന്നിട്ടേ തീ ഇങ്ങോട്ട് കത്തേ ഇല്ല. അവിടേക്ക് കാറ്റ് വരുന്നോടത്ത് വെച്ചതാണ്. സിമന്റ് ചട്ടി വെച്ചേക്കണ്. സുകന്യേ പറയൂ. അപ്പൊ തീ കത്താണ്ട്. നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷ തുടങ്ങിയിട്ടോ. ഇന്ന് നമ്മുടെ കിച്ചൂട്ടന് 2 പരീക്ഷ, അച്ചുട്ടിക്ക് 2 പരീക്ഷ, അമ്മൂട്ടിക്ക് തിങ്കളാഴ്ചയാണ് പരീക്ഷ തുടങ്ങുക. എത്ര പെട്ടെന്നാണ് ഇപ്രാവശ്യം ഓണം വരുന്നത്. തിങ്കളാഴ്ച എത്ര അത്തം? തിങ്കളാഴ്ചയാണ് അത്തം എന്ന് പറയുന്നു. ഓണത്തൊന്നും അറിയുന്നില്ല. അപ്പോൾ ഓണത്തിന്റെ തിരക്കുകളും ആഘോഷങ്ങളൊക്കെ നമുക്ക് തുടങ്ങാറായി. ആകെ സങ്കടം എന്താണെന്നറിയോ, പൂവില്ല. എവിടെയും ഒരു പൂവില്ല. പ്രാവശ്യം ചെമ്പരത്തി ഇല്ല. ഇപ്പൊ ഒന്നുമില്ല ഇപ്രാവശ്യം. ഞങ്ങൾ അട്ടപ്പാടി പോയപ്പോ ഒരു സ്ഥലത്ത്, ഒരു കുന്നുപോലുള്ള ഒരു സ്ഥലത്ത് കാശിത്തുമ്പ ഉണ്ടായിരിക്കണ കണ്ടേലേട്ടാ. അതിനത് എവിടെ കിട്ടാൻ വഴിയില്ല. എനിക്ക് ഏതോ ഒരു കുട്ടി അയച്ചു തരാന്നൊക്കെ പറഞ്ഞാണ്, മറന്നു തോന്നുന്നുണ്ട്. അതിന്റെ വിത്ത് കിട്ടിയ ആർക്കെങ്കിലും വിത്ത് ഉണ്ട് പറഞ്ഞ തന്നെ. അതേപോലെ നമ്മുടെ ചെണ്ടുമല്ലിയില്ലേ, സുമതി ചേച്ചി അയച്ചു തന്നതാണ് കേട്ടോ. അതുണ്ടായി, പക്ഷെ അതിന്റെ പൂവും മഴ കാരണം പോകുന്നുണ്ട് അല്ലേ. അത് ഈ ഓണം നിങ്ങളുടെ നാട്ടിലില്ലേ, ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആയില്യമകം നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ?
ആയില്യം മുമ്പൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ ഓണം ഓണം കഴിഞ്ഞ ആദ്യത്തെ മകം പോലെയാണ് അത്തം കഴിഞ്ഞ അപ്പൊ ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ അല്ല ചെയ്തായിരുന്നു, പൂവിടും ആഘോഷിക്കൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പഴാ ഇല്ലാണ്ടായതേ. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പൂവിടും ചെയ്യും. മാധവരി വയ്ക്കുന്നവര് മാധവരി വയ്ക്കും, പൂവിടുന്നവര് പൂവിടും. അതുപോലെ ഓണത്തിന് ചെയ്ത പോലെയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ ഓണം തന്നെ ആൾക്കാർക്ക് ഓണം തന്നെ ഇല്ല, പിന്നെ എന്താണ്? അല്ല, നിങ്ങളുടെ നാട്ടില് 16-ാം മകം ചെയ്യാറുണ്ടോന്ന് പറയണേ. നമ്മുടെ ഇവിടെ ആദ്യമൊക്കെ സദ്യ ഉണ്ടാക്കി, ഓണത്തിന് സദ്യ ഉണ്ടാക്കണ പോലെ സദ്യ ഉണ്ടാക്കി കഴിക്കും. അതേപോലെ തന്നെ ഓണ സമയത്ത് നോണ് വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നോണ് വെക്കില്ല ഒന്നും. പക്ഷേ എന്താ, നമ്മൾ വിരുന്ന് പോകുമല്ലോ, നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും വിരുന്ന് പോകും, മരുമക്കളൊക്കെ ആയിട്ടല്ലേ പോകുക. അന്നത്തെ ദിവസം വീട്ടിൽ ചിക്കനൊക്കെ വെക്കും കേട്ടോ. ചിക്കനും രാത്രി വൈകുന്നേരം ആകുമ്പോൾ മാധവരി വെക്കുന്നില്ലല്ലോ. മാധവരി വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അതേപോലെ ഞങ്ങളുടെ നാട്ടിലും ഓണസദ്യ വേണ്ടവർക്ക് വേണ്ട ആൾക്കാർക്ക് ഓണസദ്യ ഓർഡർ ചെയ്ത് കഴിഞ്ഞു വെച്ചാല് അങ്ങനെ അത് കഴിഞ്ഞാ പിന്നെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കും. അതല്ലേ ഇപ്പൊ നമ്മുടെ പടി ഓണത്തിന്റെ സദ്യ ഒരാൾക്ക് 300 രൂപയ്ക്ക് 3 തരം പായസം. ഏട്ടൻ കണ്ടില്ലേ അത്? 3 തരം പായസം, എന്താ 17 തരം കറികള്, 300 റുപ്യ ഒരാൾക്ക്. ഒരാൾക്ക് അത് 300 രൂപ. 4 തരം പായസം, 17 കൂട്ടം കറികൾ. അതാകുമ്പോ ഒന്നും അറിയില്ല. ആ സമയത്തേക്ക് ഒഴിഞ്ഞ് പുറപ്പെട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുക, നേരെ പാത്രത്തിലാക്കുക, ഊണയിക്കുക. ഒന്നും അറിയില്ല. 3 ആൾക്കൊക്കെ പറ്റും. 2-3 ആളുള്ളോടത്ത് പറ്റും. മറ്റേ നമ്മളിപ്പോ ഇത്ര ആളുള്ളോടത്തൊക്കെ ഞങ്ങള് സദ്യ നല്ല രീതിയിൽ, എന്താ വെച്ചാൽ പെങ്ങളും കുട്ടികളും വരും, ഞങ്ങളുണ്ടാവും. ഞങ്ങൾ എല്ലാ കുടുംബങ്ങളും ആവുമ്പോൾ ഉണ്ടാവില്ലേ, ഞങ്ങൾക്ക് 10-20 ആൾക്ക് അന്നത്തെ ദിവസം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ എപ്പോഴും ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ ചെയ്യുക. കാണാറില്ലേ നമ്മളെല്ലാവരും പാടെ കൂടിയിട്ട് സദ്യ ഉണ്ടാക്കണല്ലേ. പ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിൽ ഉത്രാടം ദിവസത്തെ സദ്യ പുതിയ വീട്ടിലും, തിരുവോണം ദിവസത്തെ സദ്യ തറവാട്ടിലും അല്ലേ? അങ്ങനെ ചെയ്യാം. മുടക്കങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുള്ളതാണ് കേട്ടോ. പക്ഷെ വിഷുവൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ആഘോഷിച്ചത്. വിഷുവൊക്കെ നമ്മൾ എന്താ അവിടെ തന്നെയാണ് ആഘോഷിച്ച്. അത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ലേ, പുതിയ വിഷു പുതിയ വീട്ടിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ ഓണം എല്ലാവരും പാടെ തറവാട്ടിലല്ല, എന്താ അവിടെയും, രണ്ടാമത്തെ ഓണം ഇവിടെയും. ശരിക്കും 3-ാമത്തെ ഓണം 2-ാമത്തെ അനിയൻ്റെ വീട്ടിലാക്കുക. പക്ഷെ എന്താ അനിയത്തിയുടെ അമ്മയുടെ പിറന്നാളാണ് അന്ന്. അവരൊരു മകളേ ഉള്ളൂ. അപ്പൊ അവരവിടേക്ക് അങ്ങനെ ചില സമയത്ത് അങ്ങനെ കണ്ടിട്ടില്ലേ, ഓരോ വീട്ടിൽ ഓരോ എന്താ വിശേഷങ്ങൾ ഓരോ ദിവസമല്ലമ്മ. അങ്ങനെയാണ് എന്താ ഇങ്ങനെ മക്കളൊക്കെ നല്ല ഒത്തൊരുമ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. പക്ഷെ അവളുടെ അമ്മയുടെ പിറന്നാളാണ് ആ ദിവസം. അപ്പം അവർ അങ്ങോട്ട് പോവും. കുട്ടികൾക്കും അമ്മമ്മ ഒരു ഇതല്ലേ, പ്രധാനല്ലേ. എൻ്റെ അമ്മ അല്ലേ പഴനിക്കും കാശിക്കൊക്കെ പോയിട്ട് വന്നോന്ന് ചോദിച്ചിരുന്നില്ലേ. അമ്മ ഒക്കെ പോയി വന്നു കേട്ടോ. അമ്മ പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അങ്ങോട്ട് ഓഫായില്ലേ. നമ്മുടെ ഫോൺ ഓഫായി കഴിഞ്ഞു, റേഞ്ച് ഉണ്ടായിരുന്നില്ല അത്രേ. നമ്മുടെ ഫോണ് റേഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങോട്ട് പേടിച്ചില്ലേ. കാരണം എന്താ വെച്ചാൽ 4 ദിവസത്തെ പരിപാടിയല്ലേ. അമ്മയാണ് പറഞ്ഞ വെച്ചാൽ ഒറ്റയ്ക്ക് എവിടേക്ക് അമ്മ പോയിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് പോണത്. അതിൻ്റെതായ വിഷമങ്ങൾ വേറെ ഞങ്ങൾക്ക്. പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെയും കൂടി ആയപ്പോല്ലേ എല്ലാവർക്കും ഇടങ്ങാറായില്ലേ അനിയേട്ടാ. നമുക്ക് പരിചയമുള്ളവരുടെ കൂടെ പോണിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അവർക്ക് പരിചയമുള്ളവരുടെ കൂടെ പോകുമ്പോൾ നമുക്കറിയില്ല. ഞങ്ങള് പേടിച്ചില്ലേ. ഇനിയിപ്പോ പഴനീത്തെ പ്രസാദമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത്ര അവിടെ വീട്ടില്. അത് കൊണ്ടുവന്നേരം വരണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെയും ചെറിയ കുട്ടികളല്ലേ. ഈ പായസം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അച്ഛമ്മ പായസം ഇരിക്കുന്നു, അച്ഛമ്മ പായസം ഇരിക്കുന്നു പറയുമ്പോൾ. പിന്നെ കുടംപുളി വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഏട്ടൻ, വലിയേട്ടൻ. ഞാൻ എന്താ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് കുടംപുളിയും സാധാപുളിയും കിട്ടുക വാങ്ങാൻ. അപ്പോൾ കുടംപുളി വാങ്ങി വെച്ചിട്ടുണ്ട് അത്രേ. അപ്പം അതും കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
കൊടംപുളി ഇട്ടിട്ട് മീൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തിരക്കല്ലേ. വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളുള്ളടത്തേക്ക് വെറും കൈ വീശിട്ട് എങ്ങനെ വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മടിക്കും. അതൊക്കെ ഒരു ഇതല്ലേ. ചിലപ്പോ ഞായറാഴ്ച, നാളെ ഇല്ലല്ലോ, മറ്റന്നല്ലേ, മറ്റന്ന വരികയുണ്ടാവും കേട്ടോ. കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ പോയി വന്നു. നമ്മുടെ വിശേഷം, ഇന്നത്തെ വിശേഷം ഇങ്ങനെയായി. വന്നിട്ടില്ലല്ലോ? അതന്നെ, ഇന്നത്തെ വിശേഷം ഇങ്ങനെയായി. നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ കുക്കിംഗ് ഒക്കെ എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും എടുക്കാം കേട്ടോ. ആരും എങ്ങനെ പറയാ, വിഷമിക്കണ്ട, ദേഷ്യപ്പെടരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സാഹചര്യം ഇപ്പോൾ നാളെ കാണാട്ടോ.